അപ്പോൾ ഗോയ്സ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഫുൾ അപ്സ് ഇടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗോയ്സ് ഇന്ന് വന്നിട്ട് ഹിന്ദി എക്സാമിൻ്റെ റിവ്യൂ ആണ്. സീരിയസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ദിവസം കിട്ടിയില്ല, ഒരു അര ദിവസം ഞാൻ തീരെ പഠിച്ചില്ല. ആ ഒരു ദിവസമാണ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പഠിച്ചത്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇത് എന്താണ് ആത്മീക ചെഹര, അത് കവിതയാണ്. പിന്നെ ഇന്ത് ഇതേ അന്ത് അതൊക്കെ ഇതാണ് ബാദുഷാ ഈദ്ക്ക്, അത് ബാദുഷാ കെ എന്നാണ് ഞാൻ എഴുതി. പിന്നെ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ കവി അനങ്ക്, അത് ദ്വാന്ന് എഴുതി. നാലാമത്തെ അഞ്ചാമത്തെയും അവിടെ നിന്ന് തന്നെ കിട്ടി. ടോർച്ച് അടിച്ചട്ടെ. നാലാമത്തെ അഞ്ചാമത്തെയും അവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ ഇത് ഗുലാബ അല്ല കുമുദ് ഫൂൽക്ക് എന്ന് എഴുതി. അഞ്ചാമത്തെ പിതാജി എന്ന് എഴുതി. അതൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ ആറ് ദാ കഹ എന്ന് ഇവിടെ കൊടുത്ത്, കഹ എന്നല്ല കോന്ന് ഇവിടെ കൊടുത്ത്, കഹ എന്നുള്ളതിന് പരാം അവിടെ കൊടുത്ത്. ഇത് പിന്നെ ഹമേ നിരന്തർ പ്രയാസ് കർണ ഹേന്ന് കൊടുത്ത്. അങ്ങനെ ജസ്റ്റ് കൊടുത്ത് നല്ല കുഴങ്ങിയിട്ടുണ്ട് കിട്ടുന്നത്. കാരണം എന്തൊക്കെയാണെങ്കിൽ ഞാൻ ഇന്ന് നോമ്പെടുത്തിന്. അതിൻ്റെ വീഡിയോ നാളെ തന്നെ സെക്കൻഡ് ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും സെക്കൻഡ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ മാതൃഭൂമിൻ്റെ തന്നെ ഇത് എന്ത് ടിപ്പണി എന്തൊക്കെ എന്നെ ചോദിക്കുന്നത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഞാൻ യൂട്യൂബിൽ പ്രെഡിക്റ്റ് ചെയ്തില്ലെങ്കിലും വീട്ടിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അത് ശരീറിൻ്റെ ദേഹം എന്നാണ്. കവിതയ്ക്ക് കിസ് ബനി ഉയി എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ചെറുതായിട്ടാണ് എഴുതിച്ച്. 11ാമത്തെ ആശയം ഞാൻ ഉണ്ടാക്കി ദ്വിതി അങ്ങനെ എന്തോ ശാലി കവി എന്നല്ലേ, അതൊക്കെ കിട്ടില്ല അവിടുന്ന് ദ്വിതി. അത് ഞാൻ എന്തോ എഴുതിച്ചിന്. അതൊക്കെ പോകുന്നില്ല. ഞാൻ എനിക്ക് 60 മാർക്കിന് മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ജസ്റ്റ് A+ കിട്ടിയത്. ആദ്യം ഫുൾ മാർക്ക് ഇട്ടായിരുന്നു. ഇപ്പോൾ A+ കിട്ടിയാൽ മതി അതിന്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ 4ാമത്തെ എനിക്ക് കുറച്ച് കുഴപ്പിച്ച്. 12ാമത്തെ മുർഖീൻ്റെ കിട്ടിയില്ല. അത് ഞാൻ എന്തൊക്കെയോ ലാസ്റ്റ് എഴുതിച്ച്. കാരണം 3 എഴുതണമല്ലോ, അതിനോട് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ എഴുതിച്ച്. ഇത് ഞാൻ എഴുതി ഇതല്ലേ എന്താണ് പ്രൊഫൈല്, അത് എഴുതി കുഴപ്പമില്ല. പിന്നെ 14ാമത്തെ എഴുതില്ല, 15ാമത്തെ എഴുതില്ല, 16ാമത്തെ എന്തോ എഴുതിച്ച് കുറച്ച്. 4 മാർക്കിന് കുറച്ച് സീനാണ്. 17 18 കുഴപ്പമില്ല. 17 അത്രയും വലിയ ആൻസർ എഴുതി. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഷാഹിദ് മുതൽ സക്കേ വരെ. പിന്നെ ഇത് 18 നോക്കുകയാണെങ്കിൽ 18 എവിടേക്കോ ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ 17ാമത്തെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ ഇതൊക്കെ എഴുതിച്ചാൽ താരിഖ് സമയം എന്നൊക്കെ, കാരണം മറന്നു പോകും. പിന്നെ പ്രാചാര്യ എന്നാണല്ലോ ഇതിന് പറയുക, എന്താണ് പ്രഥമ അധ്യാപകന്, അങ്ങനെ എഴുതിച്ച് പ്രാചാര്യാന്ന്. അതൊക്കെ അവിടെ നിന്ന് കിട്ടിയേ. 20ാമത്തേക്ക് ഒന്നും അറിഞ്ഞില്ല. 21ാമത്തെ ഇത് സംഭാഷണം, അതിന് ഞാൻ എന്തൊക്കെയോ കാട്ടി ഫിർ എന്ന് പറഞ്ഞ് കുറേ എഴുതി ഉണ്ടാക്കി അതൊക്കെ എന്തൊക്കെയോ ആവട്ടെ. പിന്നെ ഇംഗ്ലീഷിലാക്കി എങ്ങനെയൊക്കെയോ, അത് ശരിയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ, എങ്ങനെയെങ്കിലും 60 മുകളിൽ കിട്ടിയതിന്. പിന്നെ 23 നോക്കുകയാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. അവിടെ നിന്നും നോക്കാനില്ലത്. സുവാൾജി ജന്തു വിജ്ഞാനം എഴുതി. വൈറസ് വിഷാണു എന്ന് എഴുതി. ഫിസിക്സ് ഭൗതികം എഴുതി. അഡ്വാൻസ് ഔഷധക്കോ അങ്ങനെ എന്തോ എഴുതി. പിന്നെ ആവറേജ് പേശാകിന്നോ അങ്ങനെ എന്തോ എഴുതി. അത് രണ്ടിക്കും മാറിപ്പോയെന്ന് തോന്നുന്നു. കൊമേഴ്സ് വാണിജ്യ. പിന്നെ കോപ്പിറൈറ്റ് യൂട്യൂബ് കുറച്ച് അറിഞ്ഞുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടി. സർവാധികാരം, കാരണം കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അധികാരമാണ്, അങ്ങനെയൊക്കെ ആണ്. സോഷ്യോളജി പറഞ്ഞാൽ സമാജ് വിജ്ഞാൻ, അതാണ് ആണെന്ന് തോന്നുന്നത്. 24 എന്താ പത്രമാണ്. പത്രം ഡയറി ഞാൻ കുറച്ച് നോക്കിയിരുന്നു XNL, അത് പത്രമാക്കി എഴുതി. കുറേ ഒന്നും കിട്ടിയില്ല. 26 ഇതെന്താ സംഭവം, എന്താ ദസ്മസൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനോട് ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ല. അതിനോട് എന്തൊക്കെയോ എഴുതിച്ച് ബട്ടാന്നൊക്കെ എഴുതിച്ചിന്. പിന്നെ 25ാമത്തെ നോക്കിയിട്ടും കൂടിയില്ല. ഡയറി കവീൻ്റെ ഡയറി ഒക്കെ ചോദിക്കുന്നു, അത് നോക്കിയില്ല. അപ്പോൾ 26ാമത്തെ അങ്ങനെ എഴുതിച്ച്. അത്ര തന്നെ ഉള്ളൂ. വയ്യ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. വേറെ എന്നാ പറയാൻ, അടുത്ത വീഡിയോ ആയിട്ട് എന്നേക്ക് വരും.